ഇനി 6 വയസ്സ് മുതൽ കാടുകളെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും എല്ലാം ഗവേഷണം നടത്തുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പാലക്കാട് കൽപ്പാത്തി സ്വദേശിനി അനന്യ വിശ്വേഷാണ് കാടിനെയും വന്യമൃഗങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്തി 2 പുസ്തകങ്ങൾ വരെ രചിച്ചിരിക്കുന്നത്. മാത്രമല്ല 300-ലേറെ പക്ഷികളെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയായ 9ാം ക്ലാസ്സുകാരി കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വനത്തെയും വന്യജീവികളെയും എല്ലാം കുറിച്ച് ഗവേഷണം നടത്തുകയും 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും 300-ലേറെ പക്ഷികളെ അതിനെ കണ്ടെത്തുകയുമൊക്കെ ചെയ്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായ അനന്യ വിശേഷാണ്. അനന്യ മോളെ, എങ്ങനെയാണ് ഇപ്പോൾ ഈ വനം വന്യജീവി ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം തുടങ്ങിയത് എങ്ങനെയാണ്? എനിക്ക് കാട്ടിൽ ചെറുപ്പത്തോടെ നല്ല താല്പര്യമായിരുന്നു. എൻ്റെ മുത്തശ്ശി പറയും, നീ ചെറുപ്പത്തിൽ ടോയ്സ് വെച്ചൊന്നും കളിക്കാറില്ല, ബുക്സ് എന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ബുക്സ് കാരണമാണ് ഈ ഇൻട്രസ്റ്റ് വന്നത്. എനിക്ക് ആ പ്രായത്തിൽ ഇഷ്ടമുള്ള ബുക്സ് ആയിരുന്നു പിക്ചർ ബുക്സ് എന്ന് പറയും. ഏതോ ഒരു വലിയ ബുക്കിൽ ബേർഡ്സ് ആനിമൽസിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത് വിട്ടാൽ ടച്ച് ആൻഡ് ഫീൽ പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഇതിൽ നമ്മൾ ഫീൽ ചെയ്യുക ആനിമൽസിൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുക്ക് വെച്ചിട്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഫസ്റ്റ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ പാലക്കാടിക്ക് വന്നു. പാലക്കാടിൽ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ. പാലക്കാട് ഞങ്ങളുടെ നാടാണ്. ആൻഡ് പാലക്കാടിലുള്ളപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്തിൽ ഇവിടെ നിന്ന് ഊട്ടിക്ക് പോയതാണ്. അപ്പോൾ അവിടുത്തെ ആ വെതർ, നേച്ചർ, ബേർഡ്സ്, ആനിമൽസ് അതൊക്കെ കണ്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഊട്ടിക്ക് മാറി. ഊട്ടിയിൽ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് മസനഗുഡി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ റിസർച്ചൊക്കെ തുടങ്ങി, എൻ്റെ ബുക്കൊക്കെ എഴുതി. എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഫീൽഡ് വർക്ക് ഞാൻ ചെയ്തത് മസനഗുഡി, മുതുമലൈ ആൻഡ് ബണ്ടിപ്പൂർ റേഞ്ചിലാണ്. ഈ ബുക്സിൽ പ്രധാനമായിട്ടും പക്ഷികളെ കുറിച്ചിട്ടുള്ളതാണ്. അതെ, എൻ്റെ ബുക്സിലുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ട എല്ലാം എടുത്തത് ഞാനാണ്. ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ക്യാമറ ഉണ്ട്. ഞാൻ ഓൾസോ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഇതുവരെ ഞാൻ കണ്ട എല്ലാ ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ പിക്ചേഴ്സാണ് ഞാൻ എൻ്റെ ബുക്കിൽ ഇട്ടത്. അതിനുശേഷം ഈ ഊട്ടിയിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച അവിടുത്തെ സ്കൂളും അത്തരത്തിൽ തന്നെയാണോ തോന്നുന്നില്ല? അതായത് കാടുമായും മറ്റുമൊക്കെ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ്സ് നല്ല പച്ചയായിട്ടുണ്ടായിരുന്നു. ടീ എസ്റ്റേറ്റ്സ്, പിന്നെ ചെറിയ ചെറിയ കാട് പോലെ സ്ഥലങ്ങൾ, പിന്നെ നല്ല വെതർ. അപ്പോൾ ആ വെതറിന് ബേർഡ്സ് കുറേ വരും. പൂക്കളൊക്കെ കണ്ടിട്ട് ബേർഡ്സ് വരും. ബേർഡ്സ് വന്നപ്പോൾ ഞങ്ങൾ ക്ലാസ് സമയം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ബട്ട് എനിക്ക് അവിടെ നിന്നാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടിയത്. എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് അപ്പോൾ ഇതുവരെ നേടിയിട്ടുള്ളത്? എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്, ഞാൻ ഇതുവരെ 300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ബുക്ക് വന്ന് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ മിസ് ദ്രൗപദി മുർമുവും ഫെലിസിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിട്ടാൽ ഞാൻ ജൂനിയർ മാസ്റ്റേഴ്സ് ഇൻ ഹെർപ്പറ്റോളജി പറഞ്ഞ ഡിഗ്രി ഉണ്ട്. ഇതൊന്ന് ഞാൻ USA നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഡിഗ്രി എടുത്ത കാരണം ഐ എം എ സർട്ടിഫൈഡ് റെപ്റ്റൈൽ ട്രെയിനിങ്. ഏറ്റവും ഏഷ്യയിൽ തന്നെ പ്രായം കുറഞ്ഞ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളാണോ അല്ലേ, അതിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടുന്ന ആളാണോ? യെസ്, ഏഷ്യയിൽ ഞാൻ ഫസ്റ്റ് കുട്ടിയാണ് ഈ ഡിഗ്രി എടുക്കാൻ. ഈ പാമ്പ് പിടുത്തവും ഒക്കെ മോൾക്ക് അറിയാവുള്ളൂ അല്ലേ? ആ ഡിഗ്രി പഠിച്ച കാരണം പാമ്പ് പിടിക്കാൻ അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കൽ ഏരിയയിൽ ഉള്ള ഒരു സ്നേക്ക് ക്യാച്ചർ ഞാനാണ്. എല്ലൻപുരം, കൽപ്പാത്തി, കുമരപുരം ഏരിയയിൽ ഞാനൊരു സ്നേക്ക് ക്യാച്ചറാണ്. ഇതുവരെ ഇവിടുത്തെ സ്നേക്സ് സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ട് സേഫ്ലി കാടിൻ്റെ ഉള്ളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വനം വകുപ്പും മറ്റുമൊക്കെ മോളെ ബന്ധപ്പെടാറുണ്ട്? അവരുമായിട്ടൊക്കെ മറ്റ് ക്ലാസ്സുകൾ നടക്കാനൊക്കെ പോകാറുണ്ടോ? എനിക്ക് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സപ്പോർട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ പറയാൻ പോയ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അവർ ഏത് ക്ലാസ് ആയാലും എവിടെ ആയാലും എന്നെ വിളിക്കും, വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നും പറയും. ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു 8000 കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾ ഓവർ ഇന്ത്യ അബൌട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ആൻഡ് ഇത് കാരണമാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ആൻഡ് എനിക്കിവിടെ സപ്പോർട്ട് കിട്ടുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. എനിക്ക് എത്ര ഭാഷകൾ അറിയാം? എനിക്ക് ഇതുവരെ 6 ഭാഷകൾ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. അതാണ് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മറാഠി, മലയാളം, ഫ്രഞ്ച്. ഇത് വിട്ടാൽ മനസ്സിലാക്കാൻ നമ്മൾക്ക് ഗുജറാത്തി, രാജസ്ഥാനി അതുപോലത്തെ ലാംഗ്വേജസ് നമ്മൾക്ക് മനസ്സിലാക്കാം, പക്ഷെ തിരിച്ച് പറയാൻ കിട്ടില്ല. ഈ കാടും അതുപോലെ തന്നെ വന്യജീവികളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കൂടെ തോന്നാറുണ്ട് എപ്പോഴും? എനിക്കിത് കാണുമ്പോൾ സന്തോഷമായിട്ടും തോന്നും, പക്ഷേ കുറച്ച് ദുഃഖമായിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഇവരുടെ വീടൊക്കെ നശിപ്പിച്ച് നമ്മൾ ബിൽഡിങ്സൊക്കെ കെട്ടുന്നുണ്ട്. സോ നമ്മൾ എത്ര നശിപ്പിച്ചോ ഇതുവരെ അതൊക്കെ നമ്മൾ അവർക്ക് തിരിച്ച് കൊടുക്കണം.
അപ്പോൾ തന്നെ അവർ നമ്മൾ ഹ്യൂമൻ ഹാബിറ്റേഷൻസിൽ കയറാതെ അവർ സേഫ് ഹാബിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിന് പ്രധാന കാരണം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയത് ഇത്രയും ഗവേഷണവും പഠനമൊക്കെ നടത്തിയപ്പോൾ? ഇത്രയും ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ മെയിൻ കോസാണ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ മാത്രമല്ല, നമ്മളും ടൂറിസ്റ്റായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ പോയി വേസ്റ്റ് ഇട്ട് അനിമൽ കണ്ടിട്ട് അത് ശബ്ദം ഉണ്ടാക്കി അതിന് ഡിസ്റ്റർബ് ചെയ്യുന്നതും ഒരു മെയിൻ റീസൺ ആവാൻ ചാൻസസ് ഉണ്ട്. തടയാൻ എന്താ ചെയ്യാന്ന്? ഇപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ ആസ് ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നിങ്ങൾ കാടിൻ്റെ പോയാൽ ഇതൊരു ബേസിക് സെറ്റ് ഓഫ് റൂൾസ്. എന്താ പറഞ്ഞാൽ, വണ്ടി നിർത്താൻ പാടില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, അനിമൽസിന് ഫീഡ് ചെയ്യാൻ പാടില്ല, അനിമൽസിന് ടീസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ബേസിക് റൂൾസ് എല്ലാ ഫോറസ്റ്റിലും ഉള്ളത്. ബട്ട് കുറേ പേര് ഇതൊക്കെ ഫോളോ ചെയ്യാറില്ല. ഇത് ഞാൻ ഒരു റിക്വസ്റ്റായിട്ട് പറയുക, പ്ലീസ് ഈ റൂൾസ് ഫോളോ ചെയ്യണം. ശരിക്കും വന്യജീവികൾ നമ്മളെ ആക്രമിക്കുന്നത് നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ്. അതാണ് ഒരു മെയിൻ റീസൺ. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അനിമൽസൊക്കെ ഞാൻ കണ്ടത് വരെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതിനകത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്കിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം പോകുമ്പോൾ ജസ്റ്റ് അനിമൽസ് ക്രോസ് ചെയ്തിട്ടിട്ട്, ബട്ട് അത് വിട്ട വേറെ സീരിയസ് എൻകൗണ്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. എന്താണ് നമ്മളുടെ ഒരു ആഗ്രഹം? എന്താണ് ഇനി ലൈഫിൽ? എൻ്റെ ലൈഫിൻ്റെ മെയിൻ ഗോളാണ് എനിക്ക് ഒരു IFOS ഓഫീസർ ആവണം. ഓഫീസറായിട്ട് അനിമൽസിനും എല്ലാവരിനെയും, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് രണ്ടുമേ ചേർന്ന് കോഎക്സിസ്റ്റ് ആവണം. സോ അതാണ് എൻ്റെ മെയിൻ ഗോൾ. സോ അത് നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ കുട്ടികളിന് ഞാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ എന്നെ പോലെ ഇനിയും കുറേ പേര് വന്നിട്ട് കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരണം എന്നാണ് എൻ്റെ ഇനിയൊരാഗ്രഹം. എല്ലാ ആശംസകളും. കാടിനെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയണം, വന്യജീവികളെ സംരക്ഷിക്കാൻ കഴിയണം, ഒപ്പം മനുഷ്യനും വന്യജീവികളും തമ്മിലൊക്കെയുള്ള ഈ സംഘർഷം കുറയ്ക്കാനും കഴിയണം. അതിനുവേണ്ടി തനിക്ക് ഇനിയും പഠിക്കണം, വനം വകുപ്പിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നുൾപ്പെടെയാണ് അനന്യ മോൾ പറയുന്നത്. അതെല്ലാം സാധ്യമാവട്ടെ ഈ കൊച്ചുമിടുക്കിക്ക്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.